നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു പിണറായി വിജയനെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ഇതുവരെ മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് ആക്രോശിച്ച പിണറായി വിജയനിത മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്നു. ചോദിക്കുന്നവർക്കെല്ലാം ഇൻ്റർവ്യൂ. മറുവശത്ത് സാധാരണ പ്രതിപക്ഷ നേതാവൊക്കെ എന്തെങ്കിലും ഉരിയാടിയാൽ അതിനെ പരിഹസിക്കുകയാണ് പിണറായി വിജയൻ്റെ സ്ഥിരം ശൈലി. ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ പിണറായി വിജയനെ ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ഇപ്പോഴിതാ പരസ്യ സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് പിണറായി വിജയൻ വി.ഡി. സതീശനോട് പറയുന്നു. ആദ്യം പരസ്പരം സംവാദത്തിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി സംവാദം അംഗീകരിച്ചതോടെ ഇപ്പോൾ സതീശൻ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് സമയത്ത് ഞാനെത്താം, സംവാദത്തിന് തയ്യാറെന്ന് വി.ഡി. സതീശൻ. സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹം നിശ്ചയിക്കുക. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാനെത്തും, ബാക്കി ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സർക്കാരിനെ കുറിച്ച് വിമർശനങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമായിരുന്നു നിയമസഭയിലെ ചർച്ചകൾ. എന്നാൽ പ്രതിപക്ഷം ഇതിലൊന്നും പങ്കെടുത്തില്ല എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ സതീശനെ പരിഹസിച്ചത്. മന്ത്രിമാർ അഴിമതിയും മറ്റും നടത്തിയിരുന്നുവെങ്കിൽ അതും സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ഒന്നും പ്രതിപക്ഷം ഉന്നയിച്ചില്ല. ഒരു അടിയന്തര പ്രമേയവും അവസാന സമ്മേളനത്തിൽ കൊണ്ടുവന്നില്ല. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു നുണയും അവിടെ പറയാൻ കഴിയില്ല. പറഞ്ഞാൽ നേരെ ചൊവ്വെ മറുപടി കിട്ടുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മറുപടി പറയാനുള്ള സമയം അങ്ങനെ കുറിച്ചിരിക്കുന്നു. വേണ്ടത്ര ആലോചനയില്ലാതെ പല നേതാക്കളും ചെന്ന് പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുലിമടയിൽ തലവെച്ച് കൊടുക്കാൻ ഒരുങ്ങുകയാണ് സാക്ഷാൽ പിണറായി വിജയൻ. ചാനലുകളെയൊക്കെ വിളിച്ചു വരുത്തി അതിലെ മാധ്യമപ്രവർത്തകരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഉത്തരം പറഞ്ഞു കിട്ടിയ ആത്മവിശ്വാസമാണ് പിണറായി വിജയന് സതീശനെ നേരിടാനായി കിട്ടിയത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. സമാനമായ തലത്തിൽ ഇപ്പോഴിതാ കേരളത്തിലെ 2 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദത്തിലേക്ക് കടക്കുന്നു. സതീശൻ ആളത്ര നിസ്സാരക്കാരനല്ല എന്ന് പിണറായി വിജയൻ ഓർത്താൽ നല്ലത്. വർഷങ്ങൾക്ക് മുൻപ് തോമസ് ഐസക്കിനെ മുട്ടുകാലിൽ ഇഴച്ച ഒരു സംഭവമുണ്ട് വി.ഡി. സതീശനെ സംബന്ധിച്ച്. 2006-2011 LDF സർക്കാർ. അന്ന് സാക്ഷാൽ തോമസ് ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രി. മറ്റുള്ളവരോടൊക്കെ ഒരു സഹജ പരിഹാസഭാവം, അതാണ് തോമസ് ഐസക്കിന്റെ പ്രത്യേകത. പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ പരിഹസിക്കുക പലപ്പോഴും തോമസ് ഐസക്കിന്റെ ശൈലി. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ലോട്ടറി വിവാദം. ലോട്ടറി വിഷയത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ തോമസ് ഐസക്കിനെ പ്രതിരോധത്തിലാഴ്ത്തി. സാന്റിയാഗോ മാർട്ടിൻ്റെ കഥകളൊക്കെ അങ്ങനെ കേരളത്തിൽ നിറഞ്ഞു. അന്ന് ലോട്ടറി വിഷയത്തിൽ ഇടപെടാനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രമെന്നായിരുന്നു തോമസ് ഐസക്കിൻ്റെ വാദം. കോടതികളൊക്കെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഐസക് വെച്ച് കാച്ചി നിയമസഭയിൽ. പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടന്ന ഈ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടെന്നായിരുന്നു അന്ന് തോമസ് ഐസക് വിളിച്ചു കൂവിയത്. എന്നാൽ കേരളത്തിൽ ലോട്ടറി മാഫിയ കേന്ദ്ര നിയമം ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് സതീശൻ അടിവരയിട്ട് പറഞ്ഞു. അതിനുവേണ്ട തെളിവുകളും ഒന്നൊന്നായി സതീശൻ അന്ന് നിയമസഭയിൽ നിരത്തി. ഇതോടെ തോമസ് ഐസക് സതീശനെ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചു. അന്യസംസ്ഥാന ലോട്ടറി മാഫിയ ദിവസം 45 രൂപ വെച്ച് പ്രതിവർഷം 15,000 കോടി കേരളത്തിൽ നിന്ന് കടത്തുന്നുവെന്നാണ് അന്ന് വി.ഡി. സതീശൻ ആരോപണം ഉന്നയിച്ചത്. ചെക്ക് പോസ്റ്റിലൊന്നും പരിശോധിക്കാതെ എന്തിനാണ് നികുതി സ്വീകരിക്കുന്നത് എന്ന് സതീശൻ്റെ ചോദ്യം. ഒടുവിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് തോമസ് ഐസക്കും സതീശനും തമ്മിലുള്ള പരസ്യ സംവാദം. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അവിടെ തടിച്ചുകൂടി. അക്ഷരാർത്ഥത്തിൽ കേരളം ശ്വാസമടക്കി ശ്രദ്ധിക്കുകയായിരുന്നു ഇരുവരുടെയും സംവാദം. ധനകാര്യമന്ത്രി തോമസ് ഐസക്കും മറുവശത്ത് വി.ഡി. സതീശനും. അതിന് തൊട്ടു മുൻപ് സിബി മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി നടന്നിരുന്നു ഈ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഇതും സംവാദത്തിനുള്ള വിഷയമായി. സംസ്ഥാനത്ത് നിയമലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ സംസ്ഥാന സർക്കാർ അത് കണ്ടെത്തണം, റിപ്പോർട്ട് ചെയ്യണം. റെയ്ഡുകൾ നടത്തി അതിൻ്റെ തെളിവുകൾ ശേഖരിക്കണം. സതീശൻ്റെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾക്ക് മുന്നിൽ തോമസ് ഐസക് പരുങ്ങി. ഒടുവിൽ കേരളം കാണുന്നത് നിന്ന് പരുങ്ങുന്ന തോമസ് ഐസക്കിനെ. ആ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ ഗതികെട്ട കാഴ്ചയായത് തോമസ് ഐസക് സംവാദത്തിൽ തോറ്റമ്പുന്നത് കേരളം ഒരു കയ്യടിയോടെയാണ് അന്ന് നേരിട്ടത്. അന്ന് പ്രതിപക്ഷത്തെ ഒരു തുറന്ന സംവാദത്തിൽ ഉൾപ്പെടുത്താനുള്ള ധനകാര്യമന്ത്രി ടി.എം. തോമസ് ഐസക്കിൻ്റെ ധീരമായ ചൂതാട്ടം ഒടുവിൽ തിരിഞ്ഞുകൊണ്ടു.
അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഒരു നേട്ടമുണ്ടായില്ല എന്ന് മാത്രമല്ല തികഞ്ഞ നാണക്കേടായി മാറിയത്. അന്ന് വി ഡി സതീശൻ തോമസ് ഐസക്കിന് മേൽ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇതോടെ യുവനേതാക്കളിൽ പ്രമുഖനായി വി ഡി സതീശൻ വളർന്നു വന്നു. പിന്നീട് വി ഡി സതീശൻ ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു. അന്ന് വരെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് തനിക്ക് വലിയ ധാരണയില്ല, ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് വലിയ താല്പര്യവുമില്ല. എന്നാൽ അന്ന് ഐസക് വെല്ലുവിളിച്ചതോടെ പിന്നീട് തൻ്റെ ശ്രദ്ധ പൂർണ്ണമായി സാമ്പത്തിക മേഖലയിലേക്ക് താൻ തിരിച്ചുവിട്ടു. ഇതോടെയാണ് ബഡ്ജറ്റിങ്ങിനെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അവഗാഹം തനിക്കുണ്ടായത് എന്ന് സതീശൻ പിന്നീട് പറഞ്ഞു. 1.5 മണിക്കൂർ നീണ്ട സംവാദം കൃത്യമായി തോമസ് ഐസക്കിനെ നോക്കൌട്ട് ചെയ്ത് തെറിപ്പിക്കുകയായിരുന്നു അന്ന് സതീശൻ ചെയ്തത്. മന്ത്രി പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മറ്റ് സംസ്ഥാന ലോട്ടറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു ഓർഡിനൻസ് സംസ്ഥാന സർക്കാരിന് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്ന ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയി അന്ന് തോമസ് ഐസക്. തൻ്റെ സർക്കാർ അംഗീകരിച്ച ഓർഡിനൻസിന് യാതൊരു വിലയുമില്ലേ എന്ന പ്രതിപക്ഷ നിയമസഭാംഗത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ തകർന്നിരിക്കാനേ തോമസ് ഐസക്കിന് കഴിഞ്ഞുള്ളൂ. അതോടെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരുന്ന ധനകാര്യമന്ത്രി ആകെ നടുവൊടിഞ്ഞു വീണു. സൗഹൃദപരമായ ഒരു കളിയാക്കലിൽ തൻ്റെ വാദങ്ങൾ എത്തിച്ച സതീശൻ ഒരു വേള തോമസ് ഐസക്കിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഐസക്കിൻ്റെ മുഖത്ത് വികൃതിയോടുകൂടിയ ഒരു പുഞ്ചിരി. ഏറെ ചമ്മിപ്പോയിരുന്നു അപ്പോൾ ധനകാര്യമന്ത്രി. എന്നിട്ടും തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കാതെ ഒരുതരം വെറുപ്പോടെ സതീശന് മുന്നിൽ എന്തൊക്കെയോ പുലമ്പി. ലോട്ടറി മാഫിയയുടെ ഭീഷണിയെ വേരോടെ പിഴുതെറിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്നായി അടുത്ത വാദം. അപ്പോഴേക്കും സതീശൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി. ഐസക് മങ്ങി തകർന്നു എന്ന് മാത്രമല്ല, കുനിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പരിഹാസച്ചിരി മാറി ഒരുതരം അസ്വസ്ഥമായ പുഞ്ചിരി. ഇതോടെ ലോട്ടറി മാഫിയ കേരളത്തിൽ നടത്തിയ വ്യാപകമായ നിയമലംഘനത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ തന്നെയെന്ന് സതീശൻ ഉറപ്പിച്ചു. മറുവശത്ത് ഇതര സംസ്ഥാന ലോട്ടറികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രം മാത്രമാണ് ഉത്തരവാദി എന്ന വാദവും പൊളിച്ചു. നേരത്തെ ഇതേ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് കോടികൾ വാങ്ങിയ CPM-നെ പരിഹസിക്കുകയും ചെയ്തു സതീശൻ. 2009 നവംബറിൽ തന്നെ UDF ഭരണകാലത്ത് ചാർജ് ചെയ്ത 522 കേസുകളുടെ അന്വേഷണം തുടരാൻ അന്ന് സുപ്രീം കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിരുന്നു. എന്നിട്ടും ഈ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സതീശൻ തോമസ് ഐസക്കിൻ്റെ മുഖത്തു നോക്കി ആഞ്ഞടിച്ചതോടെ നിശബ്ദനായിപ്പോയി അന്നത്തെ ധനകാര്യമന്ത്രി. നിയമലംഘനങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് അവ്യക്തമായ ഒരു കത്തെഴുതിയാൽ മാത്രം പോരാ, കാര്യങ്ങൾ പഠിച്ച് അതിൽ കൃത്യതയോടെ നിയമ നടപടികൾ എടുക്കണം. ഇനി പണമാണ് മുഖ്യമെങ്കിൽ അതിനൊന്നും മനസ്സ് വരില്ല. ഈ വിഷയം സംബന്ധിച്ച് കേന്ദ്രത്തിനയച്ച ഒരു കത്തെങ്കിലും ഹാജരാക്കാൻ സതീശൻ ധനകാര്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. കൃത്യമായി ഹോംവർക്ക് ചെയ്താണ് വി ഡി സതീശൻ എന്ന സംവാദത്തിനെത്തിയത്. ഇന്നും കേരളത്തിൻ്റെ മനസ്സിൽ സതീശൻ്റെ ഇമേജ് വളർത്തിയ ഒരു സംഭവം. തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സതീശനെ ധനകാര്യമന്ത്രിയാക്കുമെന്ന് പൊതുവെ കേരളം പ്രതീക്ഷിച്ചതും ഈ സംവാദത്തിൻ്റെ പിൻബലത്തിൽ. സതീശനെ സംബന്ധിച്ച് നട്ടെല്ലുയർത്തിയ, കേരളത്തിന് മുന്നിൽ തല ഉയർത്തി നിന്ന ഒരു മഹാസംഭവമായി അത് മാറി. അതിന് സമാനമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ വെല്ലുവിളിയും. കേരളത്തിലെ വികസനം സംബന്ധിച്ച് സതീശൻ മുഖ്യമന്ത്രിയെ ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. ഇതിന് മറുപടിയായി സംവാദത്തിന് തയ്യാറാണ് എന്ന് പിണറായി വിജയൻ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. LDFൻ്റെ റിപ്പോർട്ട് കാർഡാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയ ഒരു റിപ്പോർട്ട് കാർഡ്. എന്നാൽ ഇനി സംവാദമായാലോ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് ഇനി ഒരൊറ്റ യെസ് എന്ന മറുപടി മാത്രം. ആ യെസ് കേരളത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതും എന്ന് മുഖ്യമന്ത്രി ഓർത്താൽ നല്ലത്. അത്ര നിസ്സാരക്കാരനല്ല വി ഡി സതീശൻ, പ്രത്യേകിച്ച് സംവാദത്തിലെന്ന് മുഖ്യമന്ത്രി ഒന്ന് ഓർക്കുന്നത് നല്ലത്. പുലിമടയിൽ കൊണ്ടുപോയി ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തലവെച്ച് കൊടുക്കുമോ? പുറത്തുള്ള CPM-നോട് ഒന്നും പറഞ്ഞു വെച്ചേച്ചേ ആ പുലിമടയിൽ തലവെച്ച് കൊടുക്കാവൂ. അവരുടെ കയ്യിൽ വാലെങ്കിലും കിട്ടിയാൽ അത്രയും ഭാഗ്യം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ LDF സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് ഈ സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നത്. 10 വർഷം ഓരോ മേഖലയും തരംതിരിച്ച് അതിന് A+ നൽകിയ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ അങ്ങ് പങ്കുവച്ചിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ നിരത്തുകളിലും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ്, മുഖ്യമന്ത്രിയുടെ മുഖം, മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ. എല്ലാ ഹോർഡിങ്ങുകളിലും പകുതിയിലേറെ സ്ഥലം മുഖ്യമന്ത്രിയുടെ ഫോട്ടോയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ ഒരുവിധം ഒന്ന് തിളങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ വി ഡി സതീശൻ്റെ കെണിയിൽ ചെന്ന് മുഖ്യമന്ത്രി വീഴാൻ പോകുന്നത്. തോമസ് ഐസക്കിനെ പിന്നീടും നമ്മുടെ വി ഡി സതീശൻ പലപ്പോഴും സംവാദത്തിന് വിളിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്. എന്നാൽ
പഴയകാല അനുഭവം തോമസ് ഐസക്കിൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് സതീശന് മുന്നിൽ ചെന്ന് തലവെച്ച് കൊടുത്തിട്ടേയില്ല. തനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു സാമ്പത്തിക ശാസ്ത്രം. അത് പിന്നീട് താൻ പഠിച്ചു. അതിന് കാരണക്കാരൻ തോമസ് ഐസക്കാണ്. ഐസക്കിനോട് എന്നും തനിക്ക് അതിൻ്റെ പേരിൽ സ്നേഹമുണ്ട് എന്നൊക്കെയാണ് സതീശൻ പിന്നീട് പറഞ്ഞത്. കഴിഞ്ഞ കാലത്ത് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ ഐസക്കുമായി കോർക്കുന്ന വി.ഡി. സതീശനെ പലപ്പോഴും നമ്മൾ കണ്ടു. ഐസക്കിനെ ഒരു തലത്തിൽ ആ മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിലിട്ട് മുട്ടുകുത്തിച്ചത് ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ. രാഷ്ട്രീയ വിഷയങ്ങളിലും പലപ്പോഴും ഐസക്കും വി.ഡി. സതീശനും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പരസ്യ സംവാദത്തിന് വിളിക്കുന്ന ഒരു പതിവ് ശൈലി സതീശൻ പുറത്തെടുക്കാറുമുണ്ട്. അതിലും കുത്തിയിട്ടില്ല തോമസ് ഐസക്. അവിടെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കാട്ടിവെച്ചിരിക്കുന്ന ഈ വലിയ അബദ്ധം. എല്ലാ വിഷയങ്ങളിലും A+, അതും പോരാഞ്ഞിട്ട് 10-ൽ 10 മാർക്ക് കൊടുത്തതാവട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയും. ആർക്കാണ് കൊടുത്തത്? അതും മുഖ്യമന്ത്രിക്ക്. എന്തൊരു വിരോധാഭാസം. സതീശൻ മാന്തിപ്പൊളിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നോർത്താൽ നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.